ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം ലിംഗവിവേചനം തടയുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. മാവേലിക്കരയിലെ സൈനിക് സ്കൂളും സുഗതോത്സവം സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച കടയടപ്പ് സമരം പിൻവലിക്കണമെന്നും ആവശ്യങ്ങൾ ധനമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്നും നിയമസഭയിൽ മന്ത്രി ജി.ആർ. അനിൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ ആശങ്കയറിയിച്ച് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷയെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം പരിവർത്തനപരമാണെന്നും സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള പങ്കാളിത്തം ഇതിലുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലിംഗവിവേചനം തടയുന്നതിനും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും പദ്ധതി വഴിയൊരുക്കി. കുട്ടികളുടെ ലിംഗ അനുപാതം കുറഞ്ഞ ജില്ലകളിൽ മികച്ച മാറ്റം കൊണ്ടുവരാൻ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭത്തിലൂടെ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് തുടരണമെന്നും അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ലിംഗ അസമത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ജനുവരി 22-നാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർവഹിക്കും. തുടർന്ന് ആറന്മുളയിൽ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ നവതി ആഘോഷ സമിതി അംഗം പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആറന്മുളയിലും സമീപ പ്രദേശങ്ങളിലും സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:30 മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. റേഷൻ കടയുടമകൾ സംസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കടയടപ്പ് സമരം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി ജി.ആർ. അനിൽ. നിയമസഭയിൽ ജി. സ്റ്റീഫൻ MLA-യുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ധനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നതാണ് ഒരു ഡിമാൻഡ്. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ഡിമാൻഡ് കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 2 ഡിമാൻഡുകളും സർക്കാർ സ്വാഗതം ചെയ്യുകയാണ്. നിലവിലെ കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കുക, കമ്മീഷൻ അതാത് മാസം തന്നെ നൽകുക എന്നിവയാണ് മറ്റു 2 ഡിമാൻഡുകൾ. സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്ന മുറയ്ക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളാണിവ. ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ സമയം കൂടി കണ്ടെത്തി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ മാസം 27 മുതലാണ് അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പെട്രോൾ പമ്പ്, പാചകവാതക മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പ് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുള്ളതായി മന്ത്രി വി. ശിവൻകുട്ടി. മിനിമം വേതനം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർമാർക്ക് പരാതി നൽകി പരിഹാരം കാണാവുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭയിൽ KV സുമേഷ് MLA-യുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ പമ്പ്, പാചകവാത മേഖല എന്നീ മേഖലകളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പ് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട് സാർ. പാചകവാതക വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ പൊതുവായ തൊഴിൽ പ്രശ്നങ്ങളും മിനിമം വേതനം സംബന്ധിച്ച വിഷയങ്ങളും തൊഴിലാളി തൊഴിലുടമ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ത്രികക്ഷി സമിതിയെ പാചകവാതക വിതരണ മേഖലയിലെ വ്യവസായ ബന്ധ സമിതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശം സമിതി ചെയർമാൻ നൽകിയിട്ടുണ്ട്. മിനിമം വേതനം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റിന് പരാതി നൽകി പരിഹാരം കാണാവുന്നതാണ്. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് പുരോഗമിക്കുന്നു. ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI-യുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെയും പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിലാണ് പണിമുടക്ക്. ജോലിക്ക് ഹാജരാകാതെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ്നോൺ ആയി കണക്കാക്കുമെന്നും പണിമുടക്കുന്ന ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു.
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി പാർട്ടിയുടെ ബൂത്ത്തല പ്രവർത്തകരുമായി നമോ ആപ്പിലൂടെ സംവദിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സദർ ബാസാർ മണ്ഡലത്തിൽ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യും. അതേസമയം ഡൽഹി പോലീസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് ആം ആദ്മി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നു. 70-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5-നാണ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്വിറ്റ്സർലൻഡ് സന്ദർശനം തുടരുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്വിസ് ഫെഡറൽ റെയിൽവേ പ്രതിനിധികളുമായി ദാവോസിൽ കൂടിക്കാഴ്ച നടത്തി. റെയിൽ സുരക്ഷാ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളും പ്രവർത്തന രീതികളും ചർച്ചയായി. സെന്റ് മാർഗ്രതനിലുള്ള സ്റ്റാഡ്ലർ റെയിലിന്റെ റെയിൽ കോച്ച് നിർമ്മാണ പ്ലാന്റും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. നിയമവാഴ്ച, ജനാധിപത്യ മൂല്യങ്ങൾ, പരമാധികാരം, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇന്തോ പസഫിക് മേഖലയ്ക്കുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുന്നതായിരുന്നു കൂടിക്കാഴ്ചയെന്ന് US വിദേശകാര്യ വകുപ്പ് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ പ്രാദേശിക നാവിക, സാമ്പത്തിക, സാങ്കേതിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ക്വാഡ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളാണ് ക്വാഡ് കൂട്ടായ്മയിലുള്ളത്. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഫെബ്രുവരി 2 മുതൽ മാർച്ച് 30 വരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. പ്രവേശനം സൌജന്യമാണ്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 45 ദിവസത്തിനിടെ 17 ദുരൂഹ മരണങ്ങൾ നടന്ന രജൌരി ജില്ലയിലെ ബഥാൽ ഗ്രാമം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പ്രദേശത്തെ 3 സോണുകളായി തിരിക്കുകയും എല്ലാ പൊതു സ്വകാര്യ പരിപാടികളും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും. കൂടുതൽ ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ കർശന നിയന്ത്രണ നടപടികൾക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മരണകാരണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘവും ദേശീയ ഡയഗ്നോസ്റ്റിക് ടീമുകളും സാമ്പിളുകൾ വിശകലനം ചെയ്തുവരികയാണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ ആശങ്ക അറിയിച്ച് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. WHOയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന അമേരിക്കയുടെ പിന്മാറ്റം സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ആശങ്ക ഉയരുന്നതിനിടെയാണ് പ്രതികരണം. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതായി ആരോപിച്ചാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള ട്രംപിന്റെ പിന്മാറ്റം. 2021 പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനവും US പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ US ൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം അനുവദിച്ചിരുന്ന ജന്മാവകാശ പൌരത്വ സമ്പ്രദായവും ട്രംപ് നിർത്തലാക്കി. വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, വർക്ക് വിസയിലുള്ളവർ തുടങ്ങി താത്കാലിക വിസക്കാരുടെ കുട്ടികൾക്കും ഇനി മുതൽ പൌരത്വം ലഭിക്കില്ല. ജമ്മു കാശ്മീരിലെ 2 ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക കോടതി രൂപീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ലോകബാങ്ക് നിയമിച്ച നിഷ്പക്ഷ വിദഗ്ധൻ. തർക്കപരിഹാര കോടതി എന്ന നിർദ്ദേശം പാകിസ്ഥാനാണ് മുന്നോട്ടുവച്ചത്. കിഷൻഗംഗ, റാറ്റൽ ജലവൈദ്യുത പദ്ധതികൾ സിന്ധു നദീജല കരാർ പാലിക്കുന്നുണ്ടോ എന്നതാണ് തർക്കവിഷയം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷയെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ന് രാത്രി 7 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം ലിംഗവിവേചനം തടയുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. മാവേലിക്കരയിലെ സൈനിക് സ്കൂളും സുഗതോത്സവം സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച കടയടപ്പ് സമരം പിൻവലിക്കണമെന്നും ആവശ്യങ്ങൾ ധനമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്നും നിയമസഭയിൽ മന്ത്രി GR അനിൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ ആശങ്കയറിയിച്ച് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.